നമസ്തേ, ഞാൻ കാർത്തിക് ശിവകുമാർ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം വെറും തട്ടിപ്പാണ്. എല്ലാം പിശാചുബാധയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് യേശുവിൻ്റെ പരമപിശാചായ യേശുവിൻ്റെ കൂടെ ഒരുപാട് പിശാചുകൾ, ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി പിശാചുകൾ. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, യേശു പിശാച് ബാധിച്ച ആൾക്കാരെയൊക്കെ സുഖപ്പെടുത്തും. ഇപ്പോൾ പിശാച് ബാധിച്ച് ഒരു കഥയുണ്ട്, നമ്മുടെ പത്രോസിൻ്റെ അമ്മായിയമ്മ. യേശു പത്രോസിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. അപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കണമായിരുന്നു. യേശു അവളോട് പറഞ്ഞു, പനിയെ ശകാരിച്ചു. ഈ റിബ്യൂക്ക് ഫീവറിനെ റിബ്യൂക്ക് ചെയ്തു, ശകാരിച്ചു, ചീത്ത വിളിച്ചപ്പോൾ പനി പോയി. എവിടെ? അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ഇപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ തലവേദന 4 ചീത്ത വിളിച്ചാൽ മതി, അപ്പോൾ തലവേദന പോയി. തലവേദന ഉണ്ടാക്കിയത് പിശാചാണെങ്കിൽ, പരമപിശാചാണ് ചീത്ത വിളിക്കണമെങ്കിൽ അവൻ പോവും, അപ്പോൾ തലവേദനയും പോവും. മനസ്സിലായി? പിശാച് ബാധിച്ചു കഴിഞ്ഞാൽ പിശാച് ബാധ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മറിയം വെബ്സ്റ്റർ പറയണത് an often malevolent being that can become visible. അങ്ങനെ പറയണം. സ്പിരിറ്റ് എന്നുള്ള പല അർത്ഥമുണ്ട്. ഇവിടെ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്. ഇപ്പോൾ അർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ വാക്കുകളുടെ അർത്ഥമുണ്ട്, അർത്ഥം ധനം എന്നർത്ഥമുണ്ട്, ഇല്ലേ? അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണം, ഇപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഈവിൾ സ്പിരിറ്റ്, ഓഫ്റ്റൻ മെലവലൻറ്റ് ബീയിങ് എന്ന് വെച്ചാൽ പലപ്പോഴും അത് മെലവലൻ്റ് എന്ന് വെച്ചാൽ ഈവിൾ എന്നാണ് അർത്ഥം. ഈവിളായിട്ടുള്ള ഒരു ബീയിങ് ആണ്. ഇറ്റ് ക്യാൻ ബിക്കം വിസിബിൾ. ഓക്കെ, അത് വേണമെങ്കിൽ അതിന് പ്രത്യക്ഷനാവാൻ കഴിയും. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഈവിൾ സ്പിരിറ്റ്സ് ബാധിച്ച ആൾക്കാരെയാണ് യേശു സുഖപ്പെടുത്തുന്നത്. മനസ്സിലായോ? യേശു സുഖപ്പെടുത്തുന്നതെല്ലാം ഈവിൾ സ്പിരിറ്റ് ബാധിച്ച ആൾക്കാർ. അതിപ്പം നേരത്തെ പറഞ്ഞില്ല, പനി പിടിച്ചാലും അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത ആളാണെങ്കിലും, കാത് കേൾക്കാത്ത. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്പിരിറ്റ് പൊസഷൻ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് കൺട്രോൾ ഓഫ് എന്തിനെങ്കിലും ഒരു കൺട്രോള് നമ്മളെ ഏറ്റെടുക്കണതിനാണ് പൊസഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ചില പെൺകുട്ടികൾക്ക് പൊസസീവ്നെസ് ആണെന്ന് പറയുന്നത്. അതും അവർ നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്യാൻ നോക്കണം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ട് കൂടെ ഇങ്ങോട്ട് എല്ലാം അറിയിക്കണം അവരെ. അതൊരു പൊസസീവ്നെസ്സാണത്. ഇത് കൺട്രോൾ എടുക്കാൻ നോക്കണതിനാണ് ഈ പൊസഷൻ എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി, ആ ഭൂമി എൻ്റെ പൊസഷനിലാണ് എന്ന് വെച്ചാൽ അതെൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്പിരിറ്റ് പൊസഷൻ എന്ന് വെച്ചാൽ ഈ ഈവിൾ സ്പിരിറ്റ്, പിശാച് മനുഷ്യരുടെ കൺട്രോൾ ഏറ്റെടുക്കണേ. പിന്നെ ആ മനുഷ്യനല്ല പിന്നീട് പ്രവർത്തിക്കണതെല്ലാം പിശാചാണ് പ്രവർത്തിക്കുന്നത്. കാരണം പിശാചിൻ്റെ കൺട്രോളിലാണ്. മനസ്സ് പറഞ്ഞിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. ആ മനസ്സിൻ്റെ കൺട്രോൾ മറ്റൊരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പോകും. അപ്പോൾ യേശു നടത്തിയ അത്ഭുതങ്ങളെല്ലാം ഈ ഈവിൾ സ്പിരിറ്റ്സിനെ വെച്ചുകൊണ്ടാണ്. യേശുവാണല്ല ഈവിൾ സ്പിരിറ്റിൻ്റെ തലവൻ, ദ ഡെവിൾ, സുപ്രീം ഡെവിൾ. അപ്പോൾ അവൻ്റെ കിങ്കരന്മാരാണ് ഈ കൊച്ചു പിശാചുകൾ. പിന്നെ ഒരിക്കൽ പിശാചു ബാധ ഒഴിപ്പിക്കുമ്പോൾ യഹൂദരൊരു ഡയലോഗ് പറയുന്നുണ്ട്, വി ഹാവ് നെവർ സീൻ സച്ച് തിങ് ഇൻ ഇസ്രായേൽ ബിഫോർ. ഞങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ലെന്ന്. മനസ്സിലായോ? അതായത് യേശു വന്നപ്പോഴാണ് ഈ പിശാചുക്കൾ വന്നത്. നിങ്ങൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് നോക്കിക്കോളൂ. ഞാൻ ഒത്തിരി നോക്കിയതാണ്. അവിടെ അങ്ങനെ ഈവിൾ സ്പിരിറ്റിൻ്റെ പൊസഷൻ അങ്ങനെ ഒരു സംഭവം ഇല്ല അതിൻ്റെ അകത്ത്. മനസ്സിലായോ? പക്ഷേ യേശു വന്നപ്പോൾ അവിടെ ഇസ്രായേലിലുള്ള എല്ലാവർക്കും പിശാചു ബാധ. യേശു എവിടെയുണ്ടോ അവിടെ പിശാചു ബാധിച്ച ആൾക്ക്. when the sun went down, all those who were sick and possessed by demons gathered around him. മനസ്സിലായോ? സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചപ്പോൾ അസുഖം ബാധിച്ചവരും
പിശാച് ബാധിച്ചവരും വേണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. അസുഖമൊന്നുമില്ല, പിശാച് ബാധയാണ് അസുഖം. സ്പിരിറ്റ് ഒരാളുടെ പൊസഷൻ സ്പിരിറ്റിൻ്റെ കയ്യിലാവണേ. അപ്പോൾ പിന്നെ ഇപ്പം നിങ്ങളാണതെന്ന് വിചാരിക്കും, നിങ്ങളാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ സ്പിരിറ്റിൻ്റെ പൊസഷനിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണേ, എന്താ പേര്? മിണ്ടുന്നില്ല. സ്പിരിറ്റ് മിണ്ടാൻ സമ്മതിക്കണില്ല. മനസ്സിലായോ? അപ്പോൾ കുറേ കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ പൊട്ടനാണെന്ന് നോക്കും. മനസ്സിലായോ? പരിപാടി മനസ്സിലായോ? അപ്പോൾ ജീസസ് വന്നിട്ട് ഈ സ്പിരിറ്റിനെ അങ്ങോട്ട് ഓടിക്കുമ്പോൾ പിന്നെ നിങ്ങൾ കേൾക്കണേ. അതുകൊണ്ട് യേശു കാതിന് കാഴ്ച ഇത് നൽകി, കേൾവി ശക്തി നൽകി, കണ്ണിന് കാഴ്ച ശക്തി നൽകി, ഊമൻ സംസാരിച്ചു. ഇതൊക്കെ ഈ സ്പിരിറ്റ് പൊസഷനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത് തെളിയിക്കാനായിട്ട് ഒരു കഥ ബൈബിളിലുണ്ട്. ഒരുപാട് കഥകളുണ്ട്. അതിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് മത്തായിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ചാപ്റ്റർ 8 ചാപ്റ്റർ 8 വേഴ്സ് 3 മൂന്നാമത്തെ വാക്യം മുതൽ നിങ്ങൾ വായിക്കുക. യേശു കഫർനാമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭൃത്യന് പാടില്ല. ഇത് തന്നെ ലൂക്കിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ ശതാധിപൻ്റെ ഭൃത്യനല്ല, ശതാധിപൻ്റെ മകൾക്കാണ് അസുഖം. അത് വേറെ, ഇത് തന്നെ സംഭവം. പക്ഷെ അത് അവിടെ മകൾക്കാണ് അസുഖം, ഇവിടെ ഭൃത്യന് അസുഖം. അപ്പോൾ ശതാധിപൻ വന്നിട്ട് പറഞ്ഞാൽ, എൻ്റെ ഭൃത്യന് തീരെ വയ്യ, നീ അവനെ സുഖപ്പെടുത്തണം. അപ്പോൾ ശതാധിപൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പക്ഷേ നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ ശതാധിപനാണ്, എൻ്റെ കീഴെ പടയാളികളുണ്ട്. ആ പടയാളികളോട് ഞാൻ പോകൂ എന്ന് പറഞ്ഞാൽ അവർ പോകും, വാ എന്ന് പറഞ്ഞാൽ അവർ വരും. അതുപോലെ നീ പറഞ്ഞാൽ മതി. അതായത് യേശുവിൻ്റെ കീഴിലുള്ള പടയാളികളാണ് ഈ പിശാചികൾ. മനസ്സിലായോ? അപ്പോൾ യേശുവിൻ്റെ ഒരു ഡയലോഗുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ. അതായത് ഈ ശതാധിപൻ പൊസസ്ഡാണ്. ഇയാൾ പൊസസ്ഡാണ്, സ്പിരിറ്റ് പൊസസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. വന്നിട്ട് നാടകമാണ് അവിടെ നടക്കുന്നത്. ശിഷ്യന്മാർ കാണുമ്പോൾ അവർ അന്താളിച്ചു പോകും. അങ്ങനെ അവരെ അന്താളിപ്പിച്ചാണ് അവരെ കൊലക്ക് കൊടുക്കുന്നത്. അവർക്ക് അത്രയും വിശ്വാസം, ഇത്രയും അത്ഭുതങ്ങളൊക്കെ കണ്ടില്ല, ഇവൻ ദൈവപുത്രൻ തന്നെ. മനസ്സിലായി? അങ്ങനെയാണ് അവർ ചാകാൻ വരെ തയ്യാറാവുന്നത്. അതവിടെ കിട്ടെ. അപ്പോൾ യേശു ഈ ഡയലോഗ് കേട്ട് കഴിയുമ്പോൾ തന്നെ എല്ലാവരെയും നോക്കിയിട്ട് പറയണേ, ഇസ്രായേലിൽ ഒരിടത്തും ഞാൻ ഇത്രയും വിശ്വാസമുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടേ? അപ്പോൾ പ്രൊമോട്ട് ചെയ്യണതാണ് വിശ്വാസമാണ് പ്രൊമോട്ട് ചെയ്യണം. എല്ലായിടത്തും ഈ ഇസ്രായേലിൻ്റെ പിതൃശൂന്യൻ വിശ്വാസം പ്രൊമോട്ട് ചെയ്തിടും. എന്നിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായോ? അപ്പോൾ ഇസ്രായേലിൽ ഒരിടത്തും ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണേ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതേപോലെ ഉള്ള ആൾക്കാർ അവർ സ്വർഗരാജ്യത്തിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കൂടെ വിരുന്നുണ്ട്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ആരൊക്കെ ഇരിക്കണം? അബ്രഹാം, യാക്കോബ്, ഇസഹാക്ക്, യാക്കോബ്. ഇതൊക്കെ എല്ലാം പെൺകുട്ടികളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എല്ലാം പക്ക പിമ്പുകളാണല്ല, ഊളകളാണ്. സ്വന്തം ഭാര്യനെ വരെ കൂട്ടിക്കൊടുക്കണ മഹാവൃത്തിയിട്ടവന്മാർ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്താൽ പരനാറികളാണ്. മനസ്സിലായി? അവരാണ് സ്വർഗത്തിലിരിക്കണത്. ഈ പെൺകുട്ടികളായിട്ട് നമ്മൾ പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് ശാപ്പാടടിക്കണം. എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണേ. മനസ്സിലായോ? അപ്പോൾ പക്ഷേ രാജ്യത്തിൻ്റെ മക്കളോ ഇരുട്ടിലേക്ക് തള്ളപ്പെടും. അതായത് യഹൂദര് വിശ്വാസമില്ല, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല. അവർ ഇരുട്ടിലേക്ക്, അവിടെ പല്ലുകടിയും കെടാത്ത തീയുമായിരിക്കും. പല്ലുകടി എന്ന് വെച്ചാൽ വേദന കൊണ്ട് നാഷിങ് ഓഫ് ടീത്ത് അങ്ങനെ പറയണം. പല്ല് കടിക്കണം, അതാണ് ഉദ്ദേശം. ഓക്കെ, അല്ലാണ്ട് പല്ലുവേദന വന്നിട്ട് പല്ല് കടിക്കണമെന്നല്ല. നരകത്തിൽ കിടന്ന് പല്ല് കടിക്കണം വേദന കൊണ്ട്. അതായിരിക്കും അവർക്ക് കിട്ടുന്നത്. യഹൂദരായിട്ട് ഒരു പാരയും വെച്ച് കൊടുക്കും, ഫെയ്ത്തും ലിഫ്റ്റ് ചെയ്യും. എന്തൊക്കെ പണിയാണ് നടത്തുന്നത്, മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ഇത്ര പറഞ്ഞിട്ട് യേശു അയാളോട് പറഞ്ഞാൽ, നീ പൊക്കോളൂ, നിൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കൂ എന്ന് പറഞ്ഞാൽ, ആ പറഞ്ഞ സമയത്ത് ആ ശിഷ്യൻ, ആ ഭൃത്യൻ സുഖം പ്രാപിച്ചു എന്ന് എഴുതി വെച്ചേക്കണേ. മനസ്സിലായോ?
അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് യേശുവും പിശാചുക്കളുമായിട്ടുള്ള കള്ളക്കളി. ഞാൻ ഇന്നലെ ഒരു കഥ പറഞ്ഞു, അതിപ്പോൾ ഇവിടെ കിടപ്പുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾ കാണുക. അതായത് ഗന്നസറത്തിൽ യേശു കടൽ കടന്ന് വേറൊരു കരയിലെത്തിയപ്പം അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് ഗന്നസർ ഗരസ എന്നും പറയും, ഗന്നസറത്ത് എന്ന് എഴുതിയിട്ട് പല പേരുകൾ, പല പുസ്തകത്തിൽ പല വെർഷനിൽ പല പേരുകളാണ് കിടക്കുന്നത്. എന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും ഡിബേറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. എക്സ് ഓർ വൈ എന്ത് പേരെങ്കിലും ആയിക്കോട്ടെ, യേശു ഒരു സ്ഥലത്തെത്തി. ഓക്കെ, അപ്പോൾ യേശു ബോട്ടിൽ നിന്ന് കാല് പുറത്തേക്ക് വെച്ച് കരയിലോട്ട് വെക്കലും പിശാച് ബാധിച്ച് ഒരുത്തം വന്ന് യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ദൈവപുത്രാ എന്നെ ദ്രോഹിക്കല്ലേ. അപ്പോൾ യേശു എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പിശാച് ബാധിച്ച ആൾക്കാരുണ്ട്. ഇനി യേശു വരുന്നതിന് മുമ്പ് ഇസ്രായേലിൽ ആർക്കും പിശാച് ബാധ ഇല്ലെന്ന് ഇസ്രായേലിയർ തന്നെ പറഞ്ഞു, യഹൂദർ തന്നെ പറഞ്ഞു. ഇതുപോലൊരു സംഭവം ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. വി ഹാവ് നെവർ സീൻ സംതിങ് ലൈക്ക് ദിസ് ബിഫോർ ഇൻ ഇസ്രായേൽ. അത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓൾഡ് ടെസ്റ്റമെൻ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ, അങ്ങനൊരു സംഭവമില്ല, പിശാച് ബാധയില്ല. യേശു വന്നപ്പോൾ അവിടെയുള്ള ഇസ്രായേലിലെ പലസ്തീനിലെ ആളുകളൊക്കെ പിശാചുകളായി മാറി, പിശാച് ബാധയായി എല്ലാവരും. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, യേശുവിൻ്റെ മരണം, കുരിശും മരണം, അതോടുകൂടി പിശാച് ബാധ പോയല്ല, പിന്നെ ആർക്കും പിശാച് ബാധയില്ല. എന്തൊരു തമാശ. യേശു ജീവിച്ചിരുന്ന സമയത്ത് എല്ലാവർക്കും പിശാച് ബാധ, യേശു ചത്തു കഴിഞ്ഞപ്പോൾ പിശാച് ബാധ പോയി. എന്താ ഒരു കോമഡി. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, യേശു എന്ന് പറഞ്ഞാൽ ലൂസിഫറാണ്. ലൂസിഫറും എന്ന് പറഞ്ഞാൽ ആർക്കേഞ്ചലാണ്, ഫോളൻ റിബൽ ആർക്കേഞ്ചൽ, ഫോളൻ റിബൽ ആർക്കേഞ്ചൽ, അതാണ് ലൂസിഫർ. ഓക്കെ, അവനെപ്പോലെ വേറെ ഒരുത്തനില്ല, യുണീക്കാണ്. അപ്പോൾ ആ ഫോളൻ റിബൽ ആർക്കേഞ്ചൽ എന്ന് പറയുമ്പോൾ ഏഞ്ചൽസിൻ്റെ തലവനാണ്, മനസ്സിലായോ? ഭൂതഗണനായകൻ എന്ന് പറയുന്നത് അതേപോലെയാണ്. അപ്പോൾ ഈ ആർക്കേഞ്ചൽ വീഴുമ്പോൾ ഏഞ്ചൽസും വീഴും. അപ്പോൾ ഇവൻ ലൂസിഫറായി പാപശക്തിയാൽ പാതാളത്തിൽ പതിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറേ എണ്ണം പതിച്ചിട്ടുണ്ട്. അവരെല്ലാവരും കൂടി പാതാളത്തിൽ അസംബിൾ ചെയ്തു. അതാണ് ഈ മേരി സിറിൽ സ്റ്റോൺ, അവരുടെ പേര് എനിക്ക് ഒരിക്കലും പിടുത്തം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പൻ്റെ അടുത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു, ദ ഗ്രേവ് ആൻഡ് അർജൻറ്റ് വാർണിങ്സ് ഫ്രം ഹെവൻ എന്ന് പറഞ്ഞില്ലേ. അത് ഞാൻ പറഞ്ഞില്ലേ, ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു, ആകെ 25-50 കോപ്പി എന്തോ. ടൈപ്പ് റൈറ്റർ വെച്ച് ഇത് ചെയ്തേക്കണേ, പ്രിൻ്റഡ് അല്ല, അത് ടൈപ്പ് ചെയ്തേക്കണേ മതി ആ പുസ്തകം. പക്ഷേ അത് ബൈൻഡ് ചെയ്ത് അടിപൊളിയാണത് സംഭവം. ആ അപ്പനത് കിട്ടാൻ കാരണം അപ്പൻ്റെ ഗോഡ് ഫാദറായിരുന്ന എല്ലാം പൈലി, ഷെവലിയർ എല്ലാം പൈലി, അങ്ങേർക്ക് കിട്ടിയതാണത്. അങ്ങേരെ അത് അപ്പന് കൊടുത്തു. അത് പക്ഷേ വീട്ടിലുണ്ടായിരുന്നു, ഞാനത് എടുത്ത് മറിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സംഭവമുണ്ട്, മേരി ഓഫ് അഗ്രഡ എന്ന് പറഞ്ഞ് ഒരു നണ്ണുണ്ട്, ഒരു കന്യാസ്ത്രീ. അവർ ബൈലൊക്കേഷൻ എന്നും പറഞ്ഞ് ഒരു സംഭവമുണ്ട്. അത് സൈക്കോളജി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, പാരാനോർമൽ എന്ന് പറയും, അതാണത്. അതായത് ബൈലൊക്കേഷൻ ഇപ്പം ഞാനിവിടെ ഇരിക്കണേ, ഇപ്പം ഇവിടെ സമയം ഏതാണ്ട് 3 മണിയായി ഉച്ചക്ക്. ഓക്കെ, സ്വിറ്റ്സർലൻഡിൽ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഇതേ ഞാൻ തന്നെ പെട്ടെന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണേ, മനസ്സുകൊണ്ട്, എൻ്റെ ശരീരം ഇവിടെ ഇരിക്കും, മനസ്സുകൊണ്ട് വേറൊരു സ്ഥലത്ത്, വേറൊരു കാലത്തിൽ, വേറൊരു സ്ഥലവും വേറൊരു കാലവും ടൈം ട്രാവൽ ചെയ്ത് പോകണേ. അപ്പോൾ അവിടെ ഈ നണ്ണ് കണ്ടത് കാഴ്ചയാണ് അവരെഴുതി വെച്ചേക്കണതാണ് ഈ പുസ്തകം, ഈ ഗ്രേവ് ആൻഡ് അർജൻറ്റ് വാർണിങ്സ് ഫ്രം ഹെവൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ കണ്ടത് ലൂസിഫറിൻ്റെ ഫോളാണ് അവർ വിറ്റ്നസ് ചെയ്തത്. ലൂസിഫർ വാസ് ഫോളൻ, ലൂസിഫർ ആൻഡ് ഹിസ് ഏഞ്ചൽസ് gathered, assembled in hell. അവർ നരകത്തിൽ എല്ലാവരും കൂടിച്ചേർന്നു. എന്നിട്ട് ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യരെ നശിപ്പിക്കാനായിട്ടൊരു പദ്ധതി പ്ലാൻ ചെയ്തു, മനസ്സിലായി. അപ്പോൾ അതിന് അവിടെ ഒരു ഡയലോഗുണ്ട്, ഞാൻ വായിച്ചതാണ്, ഫോളോ മീ ഇൻ ദിസ് വെഞ്ചിയൻസ് ആസ് യു ഹാവ് ഫോളോഡ് മീ ഇൻ ദ റിബല്യൻ.
അതായത് മനുഷ്യർക്കെതിരെയുള്ള പ്രതികാര നടപടിയിൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ മുന്നോട്ട് പോകണേണ്. അപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ കൂടെ വരിക, ഫോളോ മീ. മനസ്സിലായോ? ആസ് യു ഹാവ് ഫോളോഡ് മീ ഇൻ ദ റിബല്യൻ. അതായത് സ്വർഗത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, റിബല്യൻ ഉണ്ടായി, റിബല് ചെയ്തു, പറഞ്ഞാൽ കേട്ടില്ല, റിബല് ചെയ്തു. അങ്ങനെയാണ് ഈ ലൂസിഫർ ഫോളോ ആവണത്. മനസ്സിലായോ? മനസ്സിലാവുണ്ടോ സംഭവം? അപ്പോൾ നിങ്ങൾ എന്നെ റിബല്യനിൽ നിങ്ങൾ ഫോളോ ചെയ്തു. അതേപോലെ തന്നെ ഇനി നമ്മൾ മനുഷ്യരോട് പ്രതികാരം ചെയ്യാൻ പോണേ, വെഞ്ചിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറഞ്ഞേ എന്നെ. മനസ്സിലായോ? പിന്നെ ഈ വെഞ്ചിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലൂസിഫറിനോട്. ഓക്കെ, അപ്പോൾ ഇത് അൺകോസ്റ്റ് വെഞ്ചിയൻസ് ആണ്. അൺകോസ്റ്റ് വെഞ്ചിയൻസ് ലൂസിഫറിൻ്റെ ഒരു ക്യാരക്ടറാണത്. ഒരു സ്പെസിഫിക് ക്യാരക്ടറാണ്. ലൂസിഫറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഓക്കെ, അതായത് കാരണമില്ലാതെ പ്രതികാരം. നമ്മൾ പ്രതികാരം ചെയ്ത് നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു നസീറിൻ്റെ അച്ഛനും അമ്മനെയൊക്കെ കൊന്ന് നസീർ വളർന്ന് വലുതായപ്പോൾ ആ കൊന്ന ആൾക്കാരോട് ബാലങ്കന്നാരനോട് പ്രതികാരം ചെയ്തു ഇല്ലേ? അങ്ങനെയല്ലേ കാണുന്നത്. അല്ലാണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ബാലങ്കന്നാരനെ നസീർ കൊല്ലൂല്ലല്ലോ. അപ്പോൾ പക്ഷേ ലൂസിഫർ ആണെങ്കിൽ കൊല്ലും. അൺകോസ്റ്റ് വെഞ്ചൻസ് ആണ് ലൂസിഫറിന്. എക്സ്ട്രീം ഈവിളാണത്. അപ്പോൾ അത് വിവരിക്കുന്ന കാര്യങ്ങളും ബൈബിളിലുണ്ട്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഉദാഹരണത്തിന് മോസസിൻ്റെ കഥ, എക്സഡസ് ചാപ്റ്റർ 3, ചാപ്റ്റർ 4 അവിടെയൊക്കെയാണ്. അതാണ് ഞാൻ പറയണത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം അധ്യായം. പുറപ്പാട് പുസ്തകത്തിലാണല്ലോ യഹോവ മോസസിൻ്റെ അടുത്ത് വരുന്നത്. ഓക്കെ, യഹോവ മോസസിൻ്റെ അടുത്ത് വരുന്നു, മോസസുമായിട്ട് സംസാരിക്കുന്നു. മോസസിനോട് പറയുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിനെ വിട്ടുതരാൻ നീ ഫറവോനോട് പറയണം. അപ്പോൾ ഇസ്രായേൽ 6 ലക്ഷം ആൾക്കാർ യഹൂദർ ഈജിപ്തിൽ അടിമകളായിട്ട് കഴിയണമെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ആദ്യം മോസസ് പറയും നോ 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 നോ, ഞാൻ പോയാൽ ശരിയാവില്ലെന്ന് പറയും. ഞാൻ പോയി പറഞ്ഞാൽ ഈ രാജാവ് വിട്ടുതരാൻ പോകണം. അപ്പോൾ യഹോവ പറയും, ഞാനാണ് നിന്നെ അയക്കണത്. അബ്രഹാമിൻ്റെ ഗോഡ് ഓഫ് എബ്രഹാം, ഗോഡ് ഓഫ് ഐസക്, ഗോഡ് ഓഫ് ജേക്കബ് എന്ന് പറയും. അങ്ങനത്തെ ഞാനാണ് നിന്നെ അയക്കണത്, നീ പോകണം എന്ന് പറയും, നിർബന്ധിക്കും. അപ്പോൾ മോസസ് മനസ്സില്ലാ മനസ്സോടെ യഹോവയുടെ നിർബന്ധത്തിന് വഴങ്ങണേ. ഓക്കെ, എന്നിട്ട് മോസസിൻ്റെ ഭാര്യയുണ്ട് സൊപ്പോറ എന്നാണ് അവർ പേര്. അവർ കൊച്ചും കൂടി മരുഭൂമിയിൽ യാത്ര ചെയ്യണേ, ഈജിപ്തിലോട്ട് പോകണേ. At a camping place on the way to Egypt, Yehovah met Moses and tried to kill him. ഡയലോഗ് കിടക്കുന്നതാണ് അതിൻ്റെ അകത്ത്. അതായത് പുറപ്പാട് പുസ്തകം ഐ തിങ്ക് 4-ാം അധ്യായമാണെന്ന് തോന്നുന്നു. 4-ാം അധ്യായം നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, അതായത് മോസസിനെ പറഞ്ഞു വിടണത് യഹോവയാണ്. ആദ്യം പോകില്ല എന്ന് പറഞ്ഞാൽ മോസസിന് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ, എന്നാലും നിർബന്ധിച്ചു വിട്ട്. യഹോവ നിർബന്ധിക്കണല്ലേ, പോയി കളയാന്ന് ഓർത്ത് മോസസ് പോകണം. ഓക്കെ, മോസസ് പോകുമ്പോൾ യാത്രാ മധ്യേ ഒരു കൂടാരത്തിൽ വെച്ച് മോസസിനെ കൊല്ലാൻ ശ്രമിക്കണേന് യഹോവ. അപ്പോൾ ഷിപ്പോറ എന്ത് ചെയ്യും? ഭാര്യ ഷിപ്പോറയുടെ മോനുണ്ട്, മോസസിൻ്റെ മോൻ. അവൻ്റെ ലിംഗം സുണ്ണി കട്ട് ചെയ്തിട്ട് യഹോവക്ക് കൊടുക്കും. ഇതാ ഇവൻ എൻ്റെ രക്തമണവാളൻ എന്നും പറഞ്ഞ് യഹോവക്ക് കൊടുക്കുമ്പോൾ യഹോവ അതടിച്ചിട്ട് ശാപ്പിട്ടിട്ടാണ് കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് പോയി, കൊല്ലാണ്ട് വിട്ടളയും മോസസിനെ. അല്ലെങ്കിൽ ഈ സുണ്ണിയുടെ കഷ്ണം കൊടുത്തില്ലായിരുന്നെങ്കിൽ യഹോവ മോസസിനെ തട്ടിയനെ. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. ഈ സുണ്ണി തീറ്റക്കാരനാണ് ഇവൻ യഹോവ. അപ്പോൾ അതും കൂടി അതിൻ്റെ ആ കഥയൊന്നും മനസ്സിലാക്കാം. രക്തമണവാളൻ എന്നും പറഞ്ഞ് ഈ കൊച്ചിനൊരു കല്ല് കത്തിയെടുത്തിട്ടെന്നാണ് പറഞ്ഞത്. എന്ത് വേദനയായിരിക്കും എന്നറിയോ? ഒരു കല്ല് കത്തിയെടുത്തിട്ട് ചുണ്ണി ചെയ്ത്, അതായത് ഒരു മൂർച്ചയുള്ള കല്ലെടുത്തിട്ട് സ്വന്തം മോൻ്റെ ചുണ്ണി കട്ടിച്ചിട്ട് യഹോവക്ക് ചാപ്പിടാൻ കൊടുക്കണേ. ഈ ചില പട്ടികൾക്ക് വിശന്ന് വരുമ്പോൾ നമ്മൾ ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കില്ലേ ഇല്ലേ, അതേപോലെ തന്നെ. അപ്പോൾ യഹോവ ഇത് അടിച്ചിട്ട് എന്നാൽ ഞാൻ കൊല്ലണില്ല, നീ സുണ്ണി തന്നുകൊണ്ട്, എൻ്റെ കൊച്ചിൻ്റെ സുണ്ണി തന്നുകൊണ്ട് ഞാൻ നിൻ്റെ കെട്ടിയവനെ കൊല്ലണത് പറഞ്ഞ് അവർ കെട്ടിയവനെ രക്ഷിക്കാനായിട്ട് കല്ല് കത്തിയെടുത്തിട്ട് കൊച്ചിൻ്റെ ചുണ്ണി വെട്ടിയിട്ട് ഇതിന് കൊടുക്കണം, യഹോവയ്ക്ക് കൊടുക്കണം എന്നൊരു കഥയുണ്ട് അതിൻ്റെ അത്.
അപ്പോൾ ഇവിടെ അതൊക്കെ അവിടെ കൊണ്ട് സുന്നി തീറ്റയൊക്കെ അവിടെ നിന്നോട്ടെ, ഇവിടെ പലതും നടക്കുന്നുണ്ട്, ഉസ്താദുകളൊക്കെ പലതും ചെയ്യുന്നുണ്ട്, അത് പോട്ടെ. അതിനെക്കുറിച്ച് അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, മോസസിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. മോസസ് യഹോവയുടെ മെസ്സഞ്ചറായിട്ട് പോകുന്നു. അപ്പോൾ എന്തിനാണ് മോസസിനെ കൊല്ലാൻ ശ്രമിച്ചത്? അതിൻ്റെ കാരണം എന്താണ്? മോസസ് പോയല്ലോ, പറഞ്ഞത് കേട്ട് പോയി. പിന്നെ എന്തിനാണ് മോസസിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അതാണ് പറഞ്ഞത് അൺകോസ്റ്റ് വെഞ്ചൻസ് എന്ന് പറഞ്ഞാൽ. അതാണ് ഒരു കാരണമില്ലെങ്കിലും ഇവൻ കൊല്ലും. അതേ സ്വഭാവം തന്നെ ജീസസിലും കാണാം നമുക്ക്. ജീസസിലും അതേ സ്വഭാവം തന്നെ നിങ്ങൾക്ക് കാണാം. ഞാൻ കാണിച്ചു തരാമല്ലോ. മാർക്കോസിൻ്റെ പുസ്തകം 11-ാം അധ്യായം സ്റ്റോറി ഓഫ് ഫിഗ് ട്രീ, അത്തിമരത്തിൻ്റെ കഥ. അതായത് യേശു അതിൽ കൂടി നടന്നോണേ. മാർക്കോസിൻ്റെ പുസ്തകം 11-ാം അധ്യായം ഏകദേശം 10-ാം വാക്യം ആ ഭാഗത്താണ് കേട്ടോ. നിങ്ങൾ പോയി നോക്കിക്കോ. ഇത്രയും ഇതായിട്ട് പറഞ്ഞു തന്നാൽ പോരെ, ബാക്കി നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ യേശു അതിൽ കൂടി നടന്നു പോകണമെങ്കിൽ ശിഷ്യന്മാരുടെ കൂടെ നടക്കണേ. അപ്പോൾ യേശുവിന് വിശന്നു. അച്ചോടാ. അപ്പോൾ വിശന്നപ്പോൾ തന്നെ ദൂരെ അവനൊരു അത്തിമരം കാണേ, അത്തിമരം. അപ്പോൾ യേശു അതിൻ്റെ അടുത്തോട്ട് പോണേ. അത്തിമരത്തിൽ അത്തിപ്പഴം ഉണ്ടെങ്കിൽ അത് ശാപ്പിടാമല്ലോ, വിശപ്പ് പറ്റാമല്ലോ. അപ്പോൾ പോകുമ്പോൾ തന്നെ നോക്കുമ്പോൾ അതിൻ്റെ അത് അത്തിപ്പഴമില്ല. പക്ഷേ അപ്പം തന്നെ എഴുതി വെച്ചേക്കണേ മാർക്കോസിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ, ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ദ റൈറ്റ് സീസൺ. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു, അതുകൊണ്ടാണ് അത്തിപ്പഴം ഇല്ലായിരുന്നത്. മനസ്സിലായോ? അപ്പോൾ തന്നെ യേശു ഒറ്റ ഡയലോഗ് അത്തിമരത്തിൻ്റെ അടുത്ത്, ഇനിമേൽ ആരും നിന്നിൽ നിന്ന് അത്തിപ്പഴം കഴിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത്തിമരത്തിനെ ശപിക്കണം. എന്തൊരു വലിയ പിശാച്, എന്ത് ഈവിളായിട്ട് വേണം ഒരു മരത്തിനെ ശപിക്കണമെങ്കിൽ. ഒരു മരത്തിനെ ശപിക്കണവൻ അവൻ ദൈവപുത്രനാകുമോ? അതായത് ഇവന് ശാപ്പിടാൻ ചെന്നപ്പോൾ ഇവന് ശാപ്പാട് കിട്ടിയില്ല, അതിനാണ് ഈ ശപിക്കണത്. ഇവൻ ദൈവപുത്രനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യേശു ദൈവപുത്രനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ മരത്തിനെ അനുഗ്രഹിച്ച് എത്രയും വേഗം നിന്നിൽ അത്തിപ്പഴം ഉണ്ടാകട്ടെ, അപ്പം തന്നെ അത്തിപ്പഴം ഉണ്ടാവുമെന്ന് അത് തിന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് പോവുകയല്ലേ വേണ്ടത്. ഇത് ആരും ഇനി നിന്നിൽ നിന്ന് അത്തിപ്പഴം കഴിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നും പറഞ്ഞ് ശപിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, പിറ്റേ ദിവസം അവരതിലെ കൂടി പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറയണേ, ദേ നോക്കൂ, നീ ശപിച്ച വൃക്ഷം അത് വേരോടെ കരിഞ്ഞുണങ്ങിപ്പോയെന്നു. തള്ള. ഒരു വൃക്ഷത്തിനെ നിങ്ങൾ ശപിച്ചാൽ ആ ശാപം ഫലിക്കും. വൃക്ഷം അങ്ങനെയാണ്, ഒന്നും ചെയ്യുന്നില്ലല്ലോ വൃക്ഷം, അതിങ്ങനെ നിൽക്കണേണ്, ഒരേ നിൽപ്പാണ്, ഒരു തപസ് ചെയ്യണ പോലെയാണ് വൃക്ഷം. മനസ്സിലായോ? അപ്പോൾ അതിനെ എന്തിനാണ് ശപിക്കണത് ഈ പ്രാന്തൻ? അത് വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കണത് അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന്. എന്നിട്ടും അതിനെ ശപിക്കണേ. മാഡാണ് ഇവൻ, മാഡ്. അതേപോലെ തന്നെയല്ലേ ഇവൻ്റെ അപ്പനും യഹോവയും മോസസിനെ കൊല്ലാൻ പോയിട്ടില്ലേ? മോസസ് യഹോവയുടെ കാര്യം ചെയ്യാൻ പോയിട്ട് പോണേ. ഇവ ഓർക്കൂ, നിങ്ങൾ നോക്കൂ, ഇവ നിങ്ങളോട് ഞാൻ പറയണേ, മോനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ടാവും, മൂലക്കത്തെ പെട്ടിക്കട, അവിടെ പോയിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചാൽ മോനെ എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ കാശും തന്ന് നിങ്ങൾ കാശായിട്ട് സിഗരറ്റ് മേടിക്കാൻ പോണേ. പോണ വഴിയിൽ ഇടക്കുച്ച് നിങ്ങളെ ഞാൻ കൊല്ലാൻ നോക്കണ്ട, വലിയ കാര്യമില്ല. അങ്ങനെ ഞാൻ ചെയ്യാൻ നോക്കിയാൽ ഞാൻ ആരായിരിക്കണം? ഞാനൊരു ഭ്രാന്തനാവണ്ടേ അങ്ങനെ ചെയ്യണമെങ്കിൽ? ഇത് ഇല്ല, എനിക്ക് മേടിച്ചു തരാൻ പറ്റില്ല, പോടാന്ന് പറഞ്ഞ് പോയാൽ പിന്നെ ഒരു എന്തെങ്കിലും റീസണെങ്കിലും ഉണ്ടായിരുന്നേ. ഇത് നിങ്ങൾ സിഗരറ്റ് മേടിച്ചു തരാൻ പറ്റി നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതിനിടയിൽ ഞാൻ നിങ്ങളെ കൊല്ലാൻ നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മകൻ്റെ ചുണ്ണി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അത് കരിങ്കല്ലുകൊണ്ട്, കൽക്കത്തി കൊണ്ട്, ആ മൂർച്ചയുള്ള കല്ല്, അതാണ് കൽക്കത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒറ്റ വെട്ടം അങ്ങോട്ട് കിട്ടി, അതെന്നെ തീറ്റിക്കണം. അത് ഞാൻ തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ കൊല്ലണ്ട ഹാപ്പി. ഇതെന്തൊരു കഥയാണ് പോയത്? ഇതെന്തൊരു പൈശാച കഥയാണിത്, എന്തൊരു വൃത്തികെട്ട കഥയാണിത്. അപ്പോൾ ഇതൊക്കെ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞ അൺകോസ്റ്റ് വെഞ്ചൻസ് എന്ന് പറഞ്ഞില്ലേ. അത് യഹോവയിലും നമുക്ക് കാണാൻ പറ്റും, യേശുവിലും നമുക്ക് കാണാൻ പറ്റും. രണ്ടു പേരിലും നമുക്കത് കാണാൻ പറ്റും. ഒരു കാരണമില്ലാണ്ട് ആളുകളെ വെറുക്കുക എന്ന് പറഞ്ഞാൽ, വെറുക്കുക മാത്രമല്ല കൊല്ലാൻ വരെ ശ്രമിച്ചു യഹോവ. യേശു ആകട്ടെ അത്തിമരത്തിനെ ശപിച്ചു. പോരാഞ്ഞിട്ട് പിറ്റേന്ന് അതിലെ പോയപ്പോൾ എന്ത് തള്ളടേന്ന് ആലോചിക്കണേ. എഴുതി വെച്ചേക്കണേ. പിറ്റേന്ന് അവരതിലെ കൂടി പോയപ്പോൾ ഇതാകെ വേരോടെ കരിഞ്ഞിരിക്കണ കണ്ടു. ഇതൊന്നും നടക്കണ കാര്യമാണ്. ഇതൊക്കെ തൊണ്ടതൊടാതെ വിഴുങ്ങണ ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ.
ഇത്തരം ഒരു കഥ അവരത് ശരിക്കും സംഭവിച്ചതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരതിനകത്ത് നിന്ന് മോചിതരാവണ്ടേ. എൻ്റെ ഭഗവാനെ, ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ബൈബിളിലുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പതിയെ ഇപ്പോൾ തന്നെ 25 മിനിറ്റായി ഞാനൊരു ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ സംസാരിക്കണേ. അപ്പോൾ ഇതുപോലെ രസകരമായ ഒരുപാട് കഥകൾ നിറഞ്ഞതാണ്, പൈശാചികമായ കഥകൾ, എല്ലാം നെഗറ്റീവ് വൈബാണ്. ഞാനീ പറഞ്ഞ കഥകൾ കംപ്ലീറ്റ് നെഗറ്റീവ് വൈബാണ്. അല്ലാണ്ട് നമ്മൾ മഹാഭാരത രാമായണമൊന്നുമല്ല ഇവിടെ പറയണത്. അതിലൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കഥ ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, നോക്കൂ, രാമായണത്തിൽ ഇവർ കാട്ടിൽ പോകാൻ തീരുമാനിച്ചു, ശ്രീരാമനും ലക്ഷ്മണനും സീതയും രാമനും ലക്ഷ്മണനും. അപ്പോൾ പോകുന്നതിന് മുമ്പ് 3 പേരുണ്ടല്ലോ അമ്മമാരുടെ അനുഗ്രഹം മേടിക്കുന്നത്. അപ്പോൾ അതിലൊരമ്മ ലക്ഷ്മണനാണെന്ന് തോന്നുന്നു ഉപദേശം കൊടുക്കുന്നത്. മോനെ, നീ രാമനെ നിൻ്റെ പിതാവിനെ പോലെ കാണുക, ദശരഥനെ പോലെ കാണുക, സീതയെ എന്നെപ്പോലെ കാണുക, അമ്മയെപ്പോലെ കാണുക. മനസ്സിലായോ? ഇങ്ങനെ പറഞ്ഞിട്ടാണ് വിടുന്നത്. എന്ത് നല്ല പോസിറ്റീവായിട്ടുള്ള സ്റ്റോറിയാണല്ലോ. ആലോചിച്ച് നോക്കൂ. അങ്ങനെ എന്തെങ്കിലും ബൈബിളിലുണ്ടോ? ബൈബിളിൽ യേശുവിൻ്റെ അമ്മയായിട്ടുള്ള സംസാരം എന്ത് വൃത്തിയായിട്ട സംസാരമാണ്. മോനെ വൈൻ തീർന്നു പോയി. അമ്മ മോനോട് പറഞ്ഞ് അടിച്ച് ഫിറ്റായിട്ട് കിടക്കുന്ന ആൾക്കാർ എല്ലാം കല്യാണത്തിൽ വന്നിട്ട് കംപ്ലീറ്റ് അടിച്ച് ഫിറ്റായിട്ട് ഡോഞ്ചിയായി. അപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞു, മോനെ അവർക്ക് വൈൻ തീർന്നു പോയി, ഉണ്ടാക്കി കൊടുക്കടാന്ന്. അബ്കാരിയാണല്ലോ യേശു. അപ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ അങ്ങാട് ഡയലോഗ്, സ്ത്രീയെ ഞാനെന്ത് ചെയ്യണമെന്ന് നീ പറയരുത്, യു മസ്റ്റ് നോട്ട് ടെൽ മീ വാട്ട് ഐ ഷുഡ് ഡു എഴുതി വെച്ചേക്കണേ. ഇങ്ങനെയൊക്കെയാണ് രാമനും ലക്ഷ്മണനൊക്കെ അമ്മയോട് സംസാരിക്കണത്. ഇതുപോലെയാണോ? ആണോ? അതാണ് യേശുവും ശ്രീരാമനുമായിട്ടുള്ള വ്യത്യാസം. ശ്രീരാമ കുലീനനാണ്, യേശു ബാസ്റ്റഡാണ്. അതാണ് വ്യത്യാസം. മനസ്സിലായോ? യേശുവിൻ്റെ കുലം എന്ന് പറഞ്ഞാൽ അവിടെ പറയാനുണ്ടല്ലോ, അത് എന്താ പറയുക, അതിലെഴുതിയിരിക്കുന്ന ആൾക്കാർ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, യേശുവിൻ്റെ ജീനിയോളജിയാണ് ആദ്യം പറയണത്. ഏത് മത്തായിയുടെ പുസ്തകമാണെങ്കിലും ലൂക്കായുടെ പുസ്തകമാണെങ്കിലും യേശുവിൻ്റെ ജീനിയോളജി പറയണ്ടല്ലോ, വംശാവലി. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ അകത്ത് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. മനസ്സിലായോ? സോളമൻ എന്ന് പറഞ്ഞൊരു നാറിയുണ്ട്. അവൻ മഹാവൃത്തിയായിട്ടവനായിരുന്നു. അവൻ്റെ തന്തയാണ് ദാവീദ്. അവൻ്റെ തള്ള ഊറിയുടെ ഇതായിരുന്നു, ഭാര്യയായിരുന്നു. ഊറിയുടെ ഭാര്യ ഊറിയനെ തട്ടി അവളെ സ്വന്തമാക്കിയതാണ് ദാവീദ്. അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഊറിയനെ കൊല്ലണേ. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശ്രീരാമൻ്റെ കഥയും ദാവീദിൻ്റെ കഥയും എങ്ങനെ ശരിയാവും? അതുമാത്രം ഇവള് കുളിക്കുമ്പോൾ, ഊറിയുടെ ഭാര്യ കുളിക്കുമ്പോൾ കുളിസീന്ന് നോക്കണത് ദാവീദ് കുളിസീന്ന് നോക്കിയിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണേ, ആരാണിത് കൊള്ളല ഇവള് ചരക്കള്ളെന്ന് പറയണേ. എന്നിട്ട് അവളെ പൊക്കാൻ പറയണം. അതേപടി പൊക്കിക്കൊണ്ടുതന്നെ. അപ്പോൾ പൊക്കിക്കൊണ്ടിരുമ്പോൾ അവൾ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക്, അന്തപുരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണ് എഴുതിയേക്കുന്നത്. അത് മനസ്സിലാക്കണം. അതായത് അവളും വെടിയാണ്. അല്ലാണ്ട് അവൾ അയ്യോ ഞാൻ ഊറിയുടെ ഭാര്യയാണ്, എൻ്റെ ചരിത്രം നശിപ്പിക്കരുതേ എന്നൊന്നും പറയണില്ല. വെടി. മനസ്സിലായോ? ഇതുങ്ങളൊക്കെയാണ് യേശുവിൻ്റെ വംശത്തിലുള്ളത്. പിന്നെ യേശു കുലീനനാവോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുക്കണമെങ്കിൽ പരനാറിയാകുമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അല്ല ഞാനിപ്പോൾ എന്താ പറയട്ടെ? ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഇന്നത്തെ കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തണേ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക. മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.